നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇത് സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ആവശ്യമില്ല. LDC, MTS, ഫയർമാൻ, ബാർബർ, വാഷ്മാൻ തുടങ്ങി 107 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം പെർമനൻറ്റ് പോസ്റ്റുകളാണ്. ആർട്ടിലറി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ നേടിയൊക്കെ കേരളത്തിലേക്ക് വരാൻ പറ്റാവുന്നതാണ്. കേരളത്തിലെ ഡിഫൻസ് ഓഫീസുകൾ, അതായത് കൊച്ചി നാവൽ ബേസിലേക്ക് വരാം. അതുപോലെ തന്നെ കണ്ണൂർ DSC റെക്കോർഡ്സ്, DSC അങ്ങനത്തെ പല ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ട്രിവാൻഡ്രം എയർഫോഴ്സ്. അപ്പോൾ അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ നേടി വരാവുന്നതാണ്. അപ്പം നല്ലൊരു അവസരമാണ്. LDCൻ്റെ 27 വേക്കൻസീസും MTS പല വിഭാഗങ്ങളായിട്ടാണ്. MTS 20 വേക്കൻസി, MTS ഉണ്ട്, MTS ലസ്കർ 6 വേക്കൻസി, MTS അഫൈവാല 5 വേക്കൻസി, MTS മെസ്സഞ്ചർ 9 വേക്കൻസി, MTS വാച്ച്മാൻ 10 വേക്കൻസി, MTS ഗാർഡനറിൻ്റെ 2 വേക്കൻസി, കുക്കിൻ്റെ വേക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 107 വേക്കൻസീസ് ആണുള്ളത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കും EWSനും 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. SC STക്ക് 30 വയസ്സ് വരെയുള്ളവർക്കും OBC നോൺ ക്രിമിലെയറിന് 28 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും അവരുടേതായ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ LD ക്ലർക്ക് നോക്കുകയാണെങ്കിൽ സാലറി ഏകദേശം നിങ്ങൾക്ക് 35,000 കിട്ടുന്നതായിരിക്കും. LD ക്ലർക്ക് ഞാൻ പറഞ്ഞു 27 വേക്കൻസി ഉണ്ട്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 12th പാസ്സാണ്. +2 നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് 35 വേർഡ്സ് പെർ മിനിറ്റ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ MTSൻ്റെ വേക്കൻസീസ് വരുന്നുണ്ട്. MTS ടോട്ടൽ തന്നെ ഒരു 50 വേക്കൻസീസ് വരുന്നുണ്ട്. MTSൻ്റെ പല വിഭാഗങ്ങളായിട്ട്. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ 10th ക്ലാസ് പാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാനാണ്. സാലറി നിങ്ങൾക്ക് 30,000 സാലറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഷർമാൻ 10th പാസ്സാണ്. കൂടാതെ നിങ്ങൾക്ക് വാഷ് ചെയ്യാനും അയണൊക്കെ ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബാർബറിൻ്റെ വേക്കൻസി ഉണ്ട്. 10th ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ സാലറി 30,000 കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കുക്ക് ഉണ്ട്. 10th പാസ്സും കുക്കിംഗ് അത്യാവശ്യം അറിയെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കാർപ്പൻറ്ററിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. 10th പാസ്സും ITI കാർപ്പൻറ്ററി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഫയർമാൻ്റെ വേക്കൻസി വരുന്നുണ്ട്. ഫയർമാൻ സാലറി നിങ്ങൾക്ക് ഏകദേശം 30,000 സാലറി കിട്ടുന്നതായിരിക്കും. ഫയർമാൻ്റെ ടോട്ടൽ വേക്കൻസി ഒരു വേക്കൻസിയെ ഫയർമാൻ നിലവിലുള്ളൂ. ഫയർമാൻ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ആവശ്യം വരും. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷും ഹിന്ദിയിലും ഉണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. LDCയുടെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, പിന്നെ അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ്. ബാക്കിയുള്ള പോസ്റ്റുകൾക്കും ജനറൽ ഇൻ്റലിജൻസും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും 2 വർഷത്തെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പെർമനൻറ്റ് പോസ്റ്റ് ആവും. ഡിഫൻസ് സിവിലിയൻസിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ക്യാൻറ്റീൻ, മിലിറ്ററി ക്യാൻറ്റീനൊക്കെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നതായിരിക്കും. ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക നാസിക്, മഹാരാഷ്ട്രയിൽ വെച്ചിട്ടായിരിക്കും. അവിടെയാണ് ആർട്ടിലറി സെൻറ്ററും ആർട്ടിലറി റെക്കോർഡ്സും ഒക്കെ ഉള്ളത്. അപ്പോൾ നാസിക്കിൽ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്നതായിരിക്കും, 0.25 മാർക്സ്. ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം. അപ്പോൾ അപ്ലിക്കേഷൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യാനുണ്ട്. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, കാറ്റഗറി നിങ്ങൾ ജനറൽ, OBC അതേതാണെങ്കിൽ അതിലൂടെ എഴുതുക. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് നമ്പറും ന്യൂസ് പേപ്പർ ഏതാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇത് നോക്കി എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ്, നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, ഏജ്, മെറിറ്റൽ സ്റ്റാറ്റസ്, നാഷണാലിറ്റി, അതുപോലെ തന്നെ പ്രസൻറ്റ് ഏജേഴ്സ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 28 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് വരിക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ എത്ര വയസ്സായി എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. എത്ര ഇയർ, എത്ര മന്ത്, എത്ര ഡേ. അപ്പോൾ 28 January ഏകദേശം നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കരുതുക. അതുപോലെ മെറിറ്റൽ സ്റ്റാറ്റസ്, നാഷണാലിറ്റി, റിലീജിയൻ, നിങ്ങളുടെ 10th +2 ഒക്കെ മാർക്കും ബോർഡ്, യൂണിവേഴ്സിറ്റി ഒക്കെ, അഡ്രസ്സ്, പിൻകോഡൊക്കെ കറക്റ്റായി കൊടുക്കുക. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് LDC നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് കൊടുക്കുക. നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ് നമ്പറോ ഡേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ എൻട്രി ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഡിക്ലറേഷൻ, നിങ്ങളുടെ പേര് എഴുതുക, പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് ദ അപ്ലിക്കൻ്റ്. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൂടെ വെക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്ന കുറച്ച് കോപ്പീസാണ്, ഫോട്ടോ കോപ്പീസാണ് ഇതിന് വെക്കേണ്ടത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് 10th +2 ഒക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വെക്കാം. അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് തന്നെ വെക്കാം. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. കൂടാതെ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ ഒരു കവറ് നിങ്ങളതിൽ അയക്കുന്ന അപേക്ഷയുടെ ഉള്ളിൽ വെക്കേണ്ടതാണ്. വേറൊരു കവർ ഉള്ളിൽ വെക്കേണ്ടതാണ് 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച്. അതുകൂടാതെ തന്നെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അറ്റസ്റ്റഡ്, നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ബാക്ക് സൈഡിൽ അറ്റസ്റ്റ് ചെയ്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എക്സ്ട്രാ വെക്കേണ്ടതാണ്. ഒന്ന് നിങ്ങൾ ഇതിൽ പേസ്റ്റും ചെയ്യണം.
പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാം, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ OBC ST ST നിങ്ങൾ പരിഗണിക്കണമെങ്കിൽ, ആ വേക്കൻസി നിങ്ങൾ പരിഗണിക്കണമെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി വേണം. അത് സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റുള്ളതാവണം. OBC ആണ്, നോൺ ക്രിമിനൽ. പിന്നെ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അവരുടേതായ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെക്കുക. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. സിഗ്നേച്ചർ ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫാക്സോ അമാനിലൊന്നും ആപ്ലിക്കേഷൻ അയക്കാൻ പാടില്ല, ബൈ പോസ്റ്റ് തന്നെ ആയിട്ടാണ് അയക്കേണ്ടത്. അതുപോലെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. മാർക്ക് ഷീറ്റ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ എല്ലാം തിരിച്ചു വെക്കുക. ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് തന്നെ ആവണം. അഡ്വർടൈസ്മെൻറ്റ് തന്ന ഈ ഫോമിൽ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർഡിനറി പോസ്റ്റ് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഓർഡിനറി പോസ്റ്റ് ആകുമ്പോൾ ടൈം എടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അയക്കേണ്ട അഡ്രസ്സ് ദ കമാൻഡൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്, ആർട്ടിലറി സെൻറ്റർ, നാസിക് റോഡ്, പിൻ 422102. അതിൽ കൂടാതെ തന്നെ അതിൻ്റെ ടോപ്പ് നിങ്ങൾ അപേക്ഷ അയക്കുന്ന കവറിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. LDC ഇൻ കാറ്റഗറി എഴുതിയിട്ട് ജനറൽ ഏതാണെങ്കിലും അതും നിങ്ങൾ കറക്റ്റ് എഴുതുക. അത് നിങ്ങൾ അപേക്ഷ അയക്കുന്ന കവറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് എഴുതുക. ഇത്രയും ബാക്കി ആപ്ലിക്കേഷനും ബാക്കി ഡോക്യുമെൻറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും വെച്ചിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ജനുവരി 28 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് 28 ദിവസമാണ് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നതിന് ശേഷമുള്ള. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നത് ഡിസംബർ 31 അവസാനിക്കുന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.